ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവകൃപയെ വർണ്ണിപ്പാൻ, ദൈവത്തിൻ്റെ സത്യവചനം കേൾപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവിൻ്റെ തിരുവായ്മൊഴികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാലും കരുണയാലും ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് തരികയാണല്ലോ. ഇന്നത്തെ ദിവസം ഒത്തിരി ധന്യമാകട്ടെ. ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ പുകഴ്ത്തിയും ദൈവം നമ്മോട് സംസാരിച്ചും ഈ അനുഗ്രഹീത ദിവസത്തെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനം പറയുന്നു. ഒപ്പം ദൈവമായ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. എല്ലാ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം വലങ്കൈക്ക് പിടിച്ച് നടത്തി ദൈവകൃപ നമ്മെ അനുഭവിപ്പിച്ച് ഇന്നയോളം കൊണ്ടുവന്ന കൃപകൾക്ക് ഒരിക്കൽ കൂടി മനസ്സു തുറന്ന് സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം 98-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 98:2 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 98-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം: യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചു, ജാതികൾ കാൺകെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു. 2-ാം ഭാഗം ഒന്നോടെ ആവർത്തിക്കുന്നു: ജാതികൾ കാൺകെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. 98-ാം സങ്കീർത്തനം ഭക്തജനങ്ങൾക്ക് ഭയങ്കര ആഹ്വാനം കൊടുക്കുന്നൊരു സങ്കീർത്തനമാണ്. തുടക്കം മുതൽ നമ്മുടെ ദൈവത്തിന് പാട്ടുപാടുവീൻ എന്നും, നമ്മുടെ ദൈവത്തിന് ഘോഷിച്ച് ഉല്ലസിപ്പീനെന്നും, ദൈവത്തിന് ആർപ്പിടുവീനെന്നും, ദൈവത്തിന് കീർത്തനം ചെയ്യുവീനെന്നും, ദൈവസന്നിധിയിൽ ഘോഷിപ്പീനെന്നും, ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൊട്ടി ആർക്കുവീനെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നൊരു സങ്കീർത്തനമാണ് 98-ാം സങ്കീർത്തനം. ഒരു കാര്യം നമ്മൾ ആത്മീയതയിൽ അറിഞ്ഞിരിക്കണം. ചുമ്മാ നമ്മളോട് കൈകൊട്ടിക്കോ, ഒച്ച വെച്ചോ, സ്തോത്രം പറഞ്ഞോ, തുള്ളിക്കോ, നൃത്തം ചെയ്തോ, ഘോഷിച്ചോ എന്ന് വെറുതെ ഇരിക്കുകയല്ലേ. എന്നാൽ കുറച്ചു നേരം അങ്ങ് ഘോഷിച്ചു, ചുമ്മാ ഇരിക്കുവാണ്, എന്നാൽ ഇച്ചിരി നേരം കൈകൊട്ടി സ്തോത്രം ചെയ്തോ എന്ന് പറയുന്നൊരു പുസ്തകമല്ല ബൈബിൾ. ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ പരിശുദ്ധാത്മാവ് ആരിലൂടെയെങ്കിലും സ്തോത്രം ചെയ്തോ, സ്തുതിച്ചോ, പാട്ടുപാടിക്കോ, ഘോഷിച്ചുല്ലസിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം അതിൻ്റെ പുറകിൽ കാണും. നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, കൈകൊട്ടി പാടാൻ നമുക്ക് കാരണമുണ്ട്. ഒരു കാരണവുമില്ലാതെ വെറുതെ അങ്ങൊച്ച വെച്ചോ ഘോഷിച്ചോ എന്ന് പറയുന്നതല്ല ആരാധന, എന്ന് പറയുന്നതല്ല ആത്മീകം. ഘോഷിച്ചോ, സ്തുതിച്ചോ, പുകഴ്ത്തിക്കോ, മഹത്വപ്പെടുത്തിക്കോ എന്നൊരാഹ്വാനം പരിശുദ്ധ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരാത്മപ്രേരണയിൽ ആരിലൂടെയെങ്കിലും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ സങ്കീർത്തനം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1-ാം വാക്യത്തിൽ യഹോവയ്ക്കൊരു പുതിയ പാട്ടുപാടുവീൻ എന്നൊരാഹ്വാനമാണ്. എന്തുകൊണ്ട്? യഹോവ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, യഹോവ ജയം നേടിയിരിക്കുന്നു. അപ്പം ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിന് പാട്ടുപാട്, ദൈവത്തിന് ഘോഷിച്ചുല്ലസിക്ക്, ദൈവത്തെ ആരാധിച്ചോ, ദൈവത്തെ മഹത്വപ്പെടുത്തിയോ, ദൈവത്തിന് കരഘോഷത്തോടെ സ്തുതിസ്തോത്രങ്ങൾ കരേറ്റിക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: യഹോവ മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, യഹോവയുടെ വീര്യഭുജം ജയം നേടിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മെ ദൈവസന്നിധിയിലെത്തിച്ച് നമ്മെക്കൊണ്ട് ദൈവത്തിന് പുകഴ്ചയും മഹത്വവും കരേറ്റുമ്പോൾ അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും പാട്ടും പുകഴ്ചയും എല്ലാം കരേറ്റാൻ ദൈവവചനം നമുക്ക് ആഹ്വാനം തരുന്നത്. ഇനി അത് ഓർത്തോറണം. വെറുതെ ഇരുന്ന് കൈകൊട്ടുകയല്ല,
യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നാം എന്ത് ചെയ്യണം? നമ്മുടെ സീസണുകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ സന്താപവേളകളിൽ, സന്തോഷവേളകളിൽ എന്ത് ചെയ്യണം എന്ന് വകതിരിച്ച് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണോ, പാടണോ എന്നൊക്കെ നിശ്ചയിക്കുക. ഓക്കെ, ഈ സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അതാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഇതാണ്: ജാതികൾ കാണെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവർ കാണെ നീതി വെളിപ്പെടുത്തുന്ന ദൈവം. 10 പേരുടെ മുമ്പിൽ നീതി വെളിപ്പെട്ടു, ദൈവം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? അതെങ്ങനെയൊന്ന് മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കും മനസ്സിനും കണ്ണിനും ഒക്കെ വിധേയപ്പെടത്തക്ക രീതിയിൽ ബോധ്യമാകുക എന്നുള്ളതല്ലേ. മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യമായി, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. അതാണ് വെളിപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, നമുക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ, വേണ്ടി വന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവം വെളിപ്പെടുത്തുന്ന നീതി, അത് മറ്റുള്ളവർ കാണുക എന്നെഴുതിയിരിക്കുന്നത്. നമുക്ക് ആത്മീകമായിട്ട് ഉൾക്കൊള്ളുകയും ബോധ്യമാകുകയല്ല. ജാതികൾ, ചുറ്റും കിടക്കുന്നവർ, അന്യദൈവങ്ങളെ സേവിക്കുന്നവർ, അവർക്ക് മനസ്സിലായി, അവർ കണ്ടു, ഇവരുടെ വിഷയത്തിൽ ഇവരുടെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദൈവമക്കളെ? ഞാനതൊരൽപ്പം വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ചില കാര്യത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാനുണ്ടോ? പലരിടപെട്ടു, ചിലരതിൽ നിന്ന് കൈ ഒഴിഞ്ഞു, അവരഭിപ്രായം പറഞ്ഞുമില്ല, ഒന്നും ചെയ്തുമില്ല. ചിലർക്കറിയാം, ഏറ്റവും വേണ്ടപ്പെട്ടവർക്കറിയാം, പക്ഷേ അവർ ചെറുവിരൽ കൊണ്ട് പോലും ആ കാര്യത്തിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യില്ല, ഒരു വാക്ക് നമുക്ക് വേണ്ടി പറയില്ല. അധികാരികളുണ്ട് ഇവിടെ, നമുക്ക് വേണ്ടി കാര്യനിർവഹണം ചെയ്തു തരേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. പക്ഷേ ഇവരാരും ഇവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്തു തരേണ്ടത്, നിവർത്തിച്ച് തരേണ്ടതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. ഇച്ചിരി താമസിച്ചാലും നിൻ്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. അകാരണമായിട്ട് നീ ചതിക്കപ്പെട്ടിരിക്കുകയാണ്, നിന്നെ പറഞ്ഞു പറ്റിച്ചു, വഞ്ചിച്ചു, മോഹന വാഗ്ദാനങ്ങൾ തന്നു, പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ പാലം വലിച്ചു, എന്നെ പറ്റിച്ചു. പരമാർത്ഥതയോടെ ജീവിക്കാമെന്നോർത്ത് നമ്മൾ ചെയ്തതാ, അല്ലെങ്കിൽ നമ്മൾ വാക്ക് പറഞ്ഞതാ. പക്ഷെ അതിൻ്റെ പുറകിൽ നിഗൂഢതകളുണ്ടായിരുന്നു, ചതിയായിരുന്നു, കളിപ്പീരായിരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് നീതി വെളിപ്പെടേണ്ടത്. ഇതിൻ്റെ സത്യം വെളിപ്പെടുക, നീതി വെളിപ്പെടുക. നീതി വെളിപ്പെട്ട് വരാൻ ഇച്ചിരി താമസം എടുക്കും. പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തിയാൽ എന്തായിരിക്കും? ഈ ബൈബിളിലെ എല്ലാവരുടെയും ലൈഫിൽ ദൈവം ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും. നമ്മൾ സാധാരണ പറയുന്ന കഥാപാത്രങ്ങളാണല്ലോ ഈ ദാവീദ്, യോസഫ്, ദാനിയേൽ, രൂത്ത്, എസ്തേർ. ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ മറ്റുള്ളവർ കാണെ ദൈവം തൻ്റെ നീതി ഇവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രൂത്തിനെ തന്നെ എടുക്കാം. ഓർപ്പ അവരുടെ സുഖം തേടി പിരിഞ്ഞു പോയപ്പോൾ അമ്മായിയമ്മ പറഞ്ഞ ദൈവത്തെ സേവിക്കാൻ വേണ്ടി സ്വന്തം ദേശത്തു നിന്ന് അന്യദേശത്തേക്ക് ജീവിതം വെച്ച് മാറിയതാണ്. ഇനിയിപ്പോൾ ഒരു അമ്മ പറഞ്ഞതാ, ബേത്ലഹേമിൽ ചെന്ന യഹൂദന്മാരാരും ജാതികളായ സ്ത്രീകളെ കല്യാണം കഴിക്കുകയല്ല, വീട്ടുജോലിക്ക് വേണ്ടി ചിലപ്പോൾ നിർത്തിയേക്കാം, അത്രയേ ഉള്ളൂ. ഒരു സുന്ദരമായ ജീവിതം ഇനി മാനുഷികമായി കിട്ടാൻ സാധ്യതയില്ല. എന്നിട്ടും ഈ ദൈവത്തിന് വേണ്ടി ആ അമ്മയുടെ കൂടെ വന്നു. അമ്മയെ വീട്ടിലിട്ട് ഉപദ്രവിക്കുകയല്ല, പട്ടിണി കിടക്കുക അല്ല, നിങ്ങൾ എനിക്ക് ചിലവ് വന്ന് എനിക്കറിയാൻ വയ്യാത്ത നാട്ടിൽ വന്നിട്ട് ചിലവിന് അമ്മയോട് വഴക്കുണ്ടാക്കുകയല്ല, അമ്മയെ വീട്ടിലിരുത്തിയിട്ട് കാലപിറക്കാൻ പോയി. തൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ദൈവത്തിന് തോന്നി എല്ലാവരും കാണെ ഇവളിലൊരു നീതി വെളിപ്പെടണം. ആ നീതി വെളിപ്പെട്ടതാണ് വയലിൽ ചെന്നപ്പോൾ
ഇവളെ ആഴമായിട്ട് ബോവസ് അടുത്തറിഞ്ഞു, കരുണ കാണിച്ചു. എന്തിനേറെ പറയുന്നു, ബോവസിൻ്റെ ഭാര്യയായി. നീതി വെളിപ്പെട്ടു. 13 കൊല്ലം ശൗല് കാട്ടിലൂടെ ഓടിച്ച, അകാരണമായിട്ട് വെറുതെ തെറ്റിദ്ധരിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടില്ലേ? 10 പേര് കാണുകെ. സ്വന്തം സഹോദരങ്ങൾ വിറ്റുകളഞ്ഞ യോസേപ്പിൻ്റെ ജീവിതത്തിൽ മിസ്രയീമിൽ വെച്ച് ദൈവം നീതി വെളിപ്പെടുത്തിയില്ലേ? അങ്ങനെ ഓരോരോ കാര്യത്തിൽ നീതി വെളിപ്പെടുത്തും ദൈവം. ആരൊക്കെ എത്ര തരത്തിൽ നമ്മളെ പൂട്ടിക്കളയാൻ നോക്കിയാലും സർവശക്തൻ്റെ നീതി വെളിപ്പെട്ടാൽ, അത് 10 പേര് കാണുക വെളിപ്പെട്ടാൽ, അത് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റിയല്ല. പ്രാർത്ഥനയുടെ മറുപടി എന്നൊക്കെ പറയുന്നതായിരിക്കും ഇതിനകത്ത് ഉള്ളടക്കം, അതായിരിക്കാം. പക്ഷെ അതിനെല്ലാം വേറെ വേറെ പ്രയോഗങ്ങളാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ഉത്തരമരുളുക, അനുഗ്രഹിക്കുക, പ്രവർത്തിക്കുക, അത്ഭുതം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്. അതിലൊക്കെ അപ്പുറമായിട്ട് എനിക്കിന്ന് ബോധ്യപ്പെടുന്നു, ജാതികൾ കാണുകെ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തിയാൽ. നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ ദൈവത്തിന് നീതി വെളിപ്പെടാറുണ്ടോ? ആർക്കും പിടികിട്ടിയില്ല, ആരും നമ്മുടെ കാര്യം മനസ്സിലാക്കിയില്ല, നമ്മൾ വാസ്തവത്തിൽ ഒതുക്കപ്പെട്ടു. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാനില്ലേ? ഞാൻ പറയാം, താമസിക്കില്ല. അധികം താമസിയാതെ മറ്റുള്ളവർ കാണുക ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. അതെന്തായിരിക്കും വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്കതിനായി കാത്തിരിക്കാം. ആ നീതി വെളിപ്പെടുവോളം ക്ഷമിക്കാം, താഴാം, ദീർഘക്ഷമയോടിരിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിനകത്ത് അങ്ങയുടെ അപാര പ്രവർത്തികളെ ഞങ്ങൾ കാണുന്നു. ഒരു മനുഷ്യൻ അങ്ങയിൽ ആശ്രയിച്ചാൽ അങ്ങ് മറ്റുള്ളവർ കാണുക അവന് വേണ്ടി അങ്ങയുടെ നീതി വെളിപ്പെടുത്തും. അങ്ങയുടെ സ്വഭാവം അതാണ്. ഇന്നത്തെ സന്ദേശത്തിൽ ഞങ്ങളത് മനസ്സിലാക്കി. നാഥ, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനസ്സ് തുറന്ന് പാടാനും സ്തുതിപ്പാനും സന്തോഷിക്കാനും കൈകൊട്ടാനും ഇത് കേൾക്കുന്നവർക്കൊരവസരം കൊടുക്കണേ. ചുമ്മാ ഇരുന്ന് കൈകൊട്ടിക്കോ എന്ന് അങ്ങ് പറയില്ലല്ലോ. അങ്ങയുടെ നീതി വെളിപ്പെടും, അങ്ങയുടെ മഹാത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്താൻ പാടാനൊക്കെ അവസരം ദൈവം അത് ചെയ്യും. തിരുമുമ്പിൽ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.